ഭക്തി നിർഭരമായ മഹാകുംഭമേളയ്ക്കായി പ്രയാഗ്രാജ് ഒരുങ്ങിക്കഴിഞ്ഞു. ഗംഗയും യമുനയും സരസ്വതിയും ത്രിവേണി സംഗമം കൊണ്ട് പവിത്രമാക്കുന്ന പ്രയാഗ്രാജിന്റെ മണ്ണിലേക്ക് നിരവധി ആളുകൾ ഇതിനോടകം വന്നു ചേർന്നിട്ടുണ്ട്. കുംഭമേളയ്ക്ക് പങ്കെടുക്കാനായി എത്തിച്ചേർന്നവരിലാകട്ടെ ധാരാളം പ്രമുഖരുമുണ്ട്. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയെ ഏതൊരാളും അത്ഭുതത്തോടെയാണ് നോക്കിക്കാണാറുള്ളത്. ഇന്ത്യക്കാർക്ക് പുറമെ വിദേശികൾക്കും മേള ഒരു അത്ഭുതമാണ്. അതിനായി എത്തിച്ചേർന്നവരും നിരവധിയാണ്. കഴിഞ്ഞ ദിവസമാണ് ആപ്പിൾ സഹസ്ഥാപകനും ആദ്യത്തെ സിഇഒയുമായ അന്തരിച്ച സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യ ലോറിൻ പവൽ ജോബ്സ് മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലെത്തിയത്. കുംഭമേളയിൽ പങ്കെടുക്കുന്നതിന് മുൻപ് വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രവും ലോറിൻ സന്ദർശിച്ചു. നിരഞ്ജനി അഖാരയിലെ സ്വാമി കൈലാസനാഥ ഗിരിജി മഹാരാജിനൊപ്പമാണ് ലോറിൻ എത്തിയത്. വിശ്വാസങ്ങളെ മാനിച്ച് പവിത്രമായ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ കോവിലിന് പുറത്തുനിന്ന് കണ്ട് പ്രാർത്ഥിച്ച് ലോറിൻ മടങ്ങി. മഹാകുംഭമേളയ്ക്കായി 40 കോടി ഭക്തരെ സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നതിനാൽ ഇത്രയും ആളുകളെ ഉൾക്കൊള്ളുന്നതിന് വലിയ സൗകര്യങ്ങൾ ഇവിടെ സജ്ജമാക്കി കഴിഞ്ഞു. 12 പൂർണ്ണ കുംഭമേളയ്ക്ക് ശേഷം 144 വർഷത്തിലൊരിക്കലാണ് ഒരു മഹാകുംഭമേള നടക്കുന്നത്. 1936 കഴിഞ്ഞ മഹാകുംഭമേള. അടുത്ത മഹാകുംഭമേളയ്ക്കായി 2080 വരെ കാത്തിരിക്കണം. മനുഷ്യായുസ്സിൽ ഒരു വട്ടമെങ്കിലും അനുഭവിക്കേണ്ട അനുഭൂതിയാണ് കുംഭമേള. ഇവിടെ ഭക്തർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും മോദി സർക്കാർ ഒരുക്കി കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചടങ്ങിലേക്ക് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ദില്ലിയിലെത്തി ക്ഷണിച്ചിരുന്നു. മഹാകുംഭമേള എന്ന പേരിൽ 4 മാസത്തേക്ക് പുതിയ ജില്ല ഉൾപ്പെടെ രൂപീകരിച്ച വലിയ സജ്ജീകരണങ്ങളാണ് ഉത്തർപ്രദേശ് ഒരുക്കിയത്. സൂര്യൻ, ചന്ദ്രൻ, വ്യാഴം എന്നിവയുടെ ജ്യോതിശാസ്ത്ര സ്ഥാനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കുംഭമേള നടക്കുന്നത്. വ്യാഴത്തിന് സൂര്യന് ചുറ്റും ഒരു ഭ്രമണപഥം പൂർത്തിയാക്കാൻ 12 വർഷമാണ് വേണ്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൂർണ്ണ കുംഭമേള സംഘടിപ്പിക്കുന്നത്. വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നവർ എന്നും എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന മണ്ണിൽ ഇനി പ്രാർത്ഥനയുടെ നാൾവഴികളാണ്. നദീതട സംസ്കാരങ്ങൾക്ക് ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ ഗംഗ, യമുന, സരസ്വതി എന്നീ പുണ്യനദികളുടെ സംഗമവേദിയിൽ കോടിക്കണക്കിന് ആളുകളാണ് സ്നാനത്തിനായി എത്തുന്നത്. കുംഭമേളയിൽ പങ്കെടുത്ത് ത്രിവേണി സംഗമത്തിൽ കുളിച്ചാൽ പാപങ്ങൾ ഇല്ലാതാകുമെന്നാണ് നിലനിന്നു വരുന്ന വിശ്വാസം. മകരസംക്രാന്തി, പൗഷ് പൂർണിമ, മൗനി അമാവാസി, ബസന്ത് പഞ്ചമി, മാഘി പൂർണിമ, മഹാശിവരാത്രി എന്നിങ്ങനെയാണ് കുംഭമേളയെ തരം തിരിച്ചിരിക്കുന്നത്. ഇതിനാൽ ഓരോ ദിവസത്തിനും അതിൻ്റെതായ പ്രത്യേകതകളും ആത്മീയ ഗുണങ്ങളും ഉണ്ടെന്നാണ് വിശ്വസിച്ചു വരുന്നത്. കുംഭമേള നടക്കുന്ന ദിവസങ്ങളിൽ 3000 സ്പെഷ്യൽ സർവീസുകൾ ഉൾപ്പെടെ 13000 ട്രെയിൻ സർവീസുകളും ഒരുക്കുമെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ കീഴിലുള്ള ITDCയും ഇവിടെ പ്രത്യേക ലക്ഷറി ടെന്റുകൾ ഒരുക്കി കഴിഞ്ഞു. 14,000 മുതൽ 45,000 വരെ വാടക ഈടാക്കുന്നതാണ് ITDCയുടെ ലക്ഷറി സ്യൂട്ടുകൾ. ഇതുപോലെ സ്വകാര്യ സ്ഥാപനങ്ങളും വൻ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കുംഭമേളയിലൂടെ 2 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക വളർച്ച സംസ്ഥാനത്തിന് ലഭിക്കുമെന്നാണ് UP സർക്കാരിന്റെ പ്രതീക്ഷ. ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെയാണ് പരിപാടി നടക്കുന്നത്. വൻ സുരക്ഷാ സംവിധാനമാണ് ഇവിടെ ഉറപ്പാക്കിയിട്ടുള്ളത്. ഇതിനെല്ലാം പുറമെ മൊബൈൽ ആപ്പ് മുതൽ AI ചാറ്റ് ബോട്ട് വരെയുള്ള സംവിധാനങ്ങൾ UP സർക്കാർ ഒരുക്കി കഴിഞ്ഞു. ഒപ്പം ഏറ്റവും വലിയ ഉത്സവമായ മഹാകുംഭമേളയിലെ കാഴ്ചകൾക്കായി രാജ്യം തയ്യാറായി കഴിഞ്ഞു.